അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 23-ാമത്തെ അധ്യായം. അതിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ശ്രീജഗദംബികായൈ നമഃ. അഥ ത്രയോവിംശോऽധ്യായം. ശ്രീകൃഷ്ണ ജനനം ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. വ്യാസ ഉവാച. ഹതേഷു ഷട്സു പുത്രേഷു ദേവക്യാ ഔഗ്രസേനിനാം സപ്തമേ പതിതേ ഗർഭേ വചനാൻ നാരദസ്യ ച അഷ്ടമസ്യ ച ഗർഭസ്യ രക്ഷണാർത്ഥമതന്ത്രിത പ്രയത്നമകരോദ്രാജ മരണം സ്വം വിചിന്തയൻ സമയേ ദേവകീ ഗർഭേ പ്രവേശമകരോദ്ധരി അംശേന വസുദേവേ തു സമാഗത്യേധാക്രമം തദേയം യോഗമായാ ച യശോദായാം യഥേച്ഛയാ പ്രവേശമകരോദ്ദേവി ദേവകാര്യാർത്ഥസിദ്ധയേ രോഹിണ്യാസ്തനയോ രാമോ ഗോകുലേ സമജായത യതഃ കംസഭയോദ്വിഗ്നാ സംസ്ഥിതാ സാ ച കാമിനി കാരാഗാരേ തതഃ കംസോ ദേവകിം ദേവസംസ്തുതാം സ്ഥാപയാമാസ രക്ഷാർത്ഥം സേവകാൻ സമകൽപ്പയൽ വസുദേവസ്തു കാമിന്യാ പ്രേമതന്തു നിയന്ത്രിതാം പുത്രോത്പത്തിം തു സഞ്ചിന്യ പ്രവിഷ്ട സഹ ഭാര്യയാ
ദേവകീ ഗർഭഗോ വിഷ്ണുർദേവകാര്യാർത്ഥസിദ്ധയേ സംസ്തുതോമരസംഘൈശ്ചാവ്യവർദ്ധത യഥാക്രമം സംജാതേ ദശമേ തത്ര മാസേധശ്രാവണേ ശുഭേ പ്രാജാപത്യർക്ഷസംയുക്തേ കൃഷ്ണപക്ഷേഷ്ടമീ ദിനേ കംസസ്തു ദാനവാൻ സർവാനുവാച ഭയവിഹ്വലാ രക്ഷണീയാ ഭവദ്ഭിശ്ച ദേവകീ ഗർഭമന്ദിരേ അഷ്ടമോ ദേവകീ ഗർഭാ ശത്രുർമേ പ്രഭവിഷ്യതി രക്ഷണീയ പ്രയത്നേന മൃത്യുരൂപ സബാലക ഹത്വൈനം ബാലകം ദൈത്യാ സുഖം സ്വപ്സ്യാമി മന്ദിരേ നിവൃത്തിവർജിതേ ദുഃഖേ നാശിതേ ചാഷ്ടമേ സുതേ ഖഡ്ഗപ്രാസധരാ സർവേ തിഷ്ഠന്തു ധൃതകാർമുകാ നിദ്രാതന്ദ്രാവിഹീനാശ്ച സർവത്ര നിഹിതേ ക്ഷണാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ദേവകി തൻ 6 പുത്രർ കൊല്ലപ്പെട്ടു, 7-ാമത്തെ അലസിപ്പോയി നാരദന്റെ നിർദ്ദേശത്താലേ. തന്മരണമിവൻ മൂലം എന്തു ചിന്തിച്ചു കംസനും, 8-ാമത്തെ ഗർഭത്തെയും കാത്തിരിപ്പായി. ഹരിവസുദേവാംശമായി ദേവകി തൻ ഗർഭത്തിങ്കൽ പ്രവേശിച്ചുവല്ലോ അപ്പോൾ അൽധാസമയം. ദേവകാര്യം സാധിക്കാനായി ആ സമയം യോഗമായ യശോദ തൻ ഗർഭത്തിങ്കൽ പ്രവേശിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രോഹിണി പുത്രനായി രാമൻ ഗോകുലത്തിൽ പിറന്നല്ലോ. രോഹിണി കംസഭയത്താൽ ഗോകുലേ വാണു. ദേവന്മാർ സ്തുതിച്ചതാകും ദേവകിയെ കംസനപ്പോൾ കാരാഗ്രഹത്തിങ്കലാക്കി കാവലും തീർത്തു. ദേവകി പ്രേമബദ്ധനാം വസുദേവൻ പുത്രജന്മമോർത്തു കാരാകാരം തന്നിൽ കഴിഞ്ഞുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവകാര്യസാധ്യത്തിനായി ഗർഭത്തിൽ വന്ന വിഷ്ണുവേ
ദേവസംഘം സ്തുതിച്ചല്ലോ ഗർഭം വളർന്നു. ശ്രാവണത്തിൽ കൃഷ്ണപക്ഷം അഷ്ടമിയും പ്രാജാപത്യ നക്ഷത്രമാം രോഹിണിയും ചേർന്ന ദിനത്തിൽ കംസൻ ഭയാക്രാന്തനായി ദാനവന്മാരോടു ചൊല്ലി, സൂതികാഗൃഹത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിടേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവകി തൻ എട്ടാമത്തെ ഗർഭമാണൻ ശത്രുവെന്നും അതിനെ സംരക്ഷിക്കണം കാലരൂപൻ താൻ. ആ ബാലനെ കൊന്നിട്ടയൻ സുഖനിദ്ര സാധ്യമാകൂ. എട്ടാമത്തെ കുട്ടിയെ നശിപ്പിച്ചിടേണം. വാളും കുന്തവും വില്ലുമായി എല്ലാവരും ശ്രദ്ധിക്കണം. സദാ നേരം നിദ്ര വിട്ടു കാത്തിരിക്കണം. അമ്മേ ദേവി ജയ ജയ, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണീ ശരണം, കാളീ ശരണം, മായേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 409 ദിവസമായ ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 23-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളെ വിചാരം ചെയ്യുന്നു. ഈ അധ്യായം ശ്രീകൃഷ്ണ ജനനത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ശ്രീമദ് ഭാഗവതവും ശ്രീമദ് ദേവി ഭാഗവതവും ഇതിൽ കൃഷ്ണകഥകൾ പറയുമ്പോൾ പോലും ചില വൈജാത്യങ്ങൾ, ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം ഭഗവത് സ്വരൂപങ്ങൾ തന്നെ എന്ന് ഉറപ്പിച്ച് വിചാരിക്കുക മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഏതായാലും വ്യാസ മഹർഷി ജനമേജയ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ്. ഭാഗവതമാകട്ടെ
വ്യാസപുത്രൻ ജനമേജയന്റെ അച്ഛന് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ്. ഇവിടെ വേദവ്യാസൻ പറയുന്നു, ഹതേഷു ഷട്സു പുത്രേഷു ദേവക്യ ഔഗ്രസേനിന സപ്തമേ പതിതേ ഗർഭേ വചനാൻ നാരദസ്യ ച. ദേവകിയുടെ 6 പുത്രന്മാരെയും ഹതേഷു ഷട്സു പുത്രേഷു ആരു കൊന്നു? ഔഗ്രസേനി എന്ന് വെച്ചാൽ ഉഗ്രസേന പുത്രൻ കംസൻ കൊന്നു. 7ാമത്തെ ഗർഭം അത് അലസിപ്പോയി. സപ്തമേ പതിതേ ഗർഭേ വചനാൻ നാരദസ്യ ച. ആ സമയത്ത് നാരദ മഹർഷിയുടെ വാക്ക് അനുസരിച്ച്, പറഞ്ഞതനുസരിച്ച് അഷ്ടമസ്യ ഗർഭസ്യ രക്ഷണാർത്ഥമതന്ത്രിത പ്രയത്നമകരോദ്രാജ മരണം സ്വം വിചിന്തയൻ. തൻ്റെ മരണം ഈ ശിശു മൂലമാണല്ലോ എന്ന് ചിന്തിച്ച് രാജാവ് ഒട്ടും തന്നെ ഉപേക്ഷ വിചാരിക്കാതെ, അലസത വിചാരിക്കാതെ 8ാമത്തെ ഗർഭത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആ കുഞ്ഞ് ഉണ്ടായാൽ ഉടനെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഭഗവാനോ സമയേ ദേവകീ ഗർഭേ പ്രവേശമകരോദ്ധരി അംശേന വസുദേവേ തു സമാഗത്യ യഥാക്രമം. ഹരി സാക്ഷാൽ ഭഗവാൻ വസുദേവന്റെ അംശമായി തീർന്ന് യഥാക്രമം സമാഗത്യ യഥാസമയം പ്രവേശിച്ചു. എവിടെ? ദേവകീ ഗർഭേ, ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശമകരോദ്ധരി, ഹരി പ്രവേശിച്ചു. തദേയം യോഗമായാച യശോദായാം യഥേച്ഛയ. ആ സമയത്ത് തന്നെ യോഗമായാദേവിയും ദേവകാര്യം സാധിക്കാനായി പ്രവേശമകരോദ്ദേവി ദേവകാര്യാർത്ഥസിദ്ധയെ ആ യശോദയുടെ ഗർഭത്തിലേക്ക് ഈ ദേവി യോഗമായാദേവിയും പ്രവേശിച്ചു എന്ന് പറയുന്നു. രോഹിണ്യാസ്തനയോ രാമോ ഗോകുലേ സമജായത. രോഹിണിയുടെ പുത്രനായി രാമൻ ഗോകുലത്തിൽ ജനിച്ചു. യഥ കംസഭയോദ്വിഗ്ന സംസ്ഥിത സാച കാമിനി. കംസനെ പേടിച്ചിട്ടാണ് വസുദേവരുടെ ഭാര്യയായ രോഹിണി ഇവിടെ വളരെ വ്യാകുലതയോടുകൂടി ഗോകുലത്തിൽ നന്ദഗോപുര ഗൃഹത്തിൽ കഴിഞ്ഞു വന്നത്. കാരാഗാരേ തത കംസോ ദേവകിം ദേവസംസ്തുതാം. ദേവസംസ്തുതയായ ദേവജനങ്ങൾ സ്തുതിച്ച ആ ദേവകിയെ കംസൻ കാരാഗൃഹത്തിലാക്കി. സ്ഥാപയാമാസ രക്ഷാർത്ഥം സേവകാൻ സമകൽപ്പയൽ. എന്നിട്ടോ കാവലിനായിട്ട് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള കാവൽക്കാരെ ഏർപ്പാടാക്കുകയും ചെയ്തു. വസുദേവസ്തു കാമിന്യാ പ്രേമതന്തു നിയന്ത്രിത പുത്രോൽപത്തിം തു സഞ്ചിന്യ പ്രവിഷ്ട സഹഭാര്യയാ. തൻ്റെ പത്നിയായ ദേവകിയോട്, സ്വപത്നിയോട് വലിയ പ്രേമം ഉണ്ടായിരുന്നു വസുദേവർക്ക്. ഇപ്പോൾ പുത്രജനനത്തെക്കുറിച്ച് ആലോചിച്ചും കൊണ്ട് പുത്രോൽപത്തിം തു സഞ്ചിന്യ പ്രവിഷ്ട സഹഭാര്യ, വസുദേവനും ഭാര്യയോടൊപ്പം കാരാഗൃഹത്തിൽ കഴിഞ്ഞു. ദേവകീ ഗർഭഗോ വിഷ്ണുർ ദേവകാര്യാർത്ഥസിദ്ധയേ സംസ്തുതോ അമരസംഘൈശ്ച വ്യവർദ്ധത യഥാക്രമം. ദേവകാര്യം സാധിക്കാനായി, ദേവകാര്യാർത്ഥസിദ്ധയേ വിഷ്ണു ദേവകീ ഗർഭഗോ, ദേവകീ ഗർഭത്തിൽ പ്രവേശിച്ച വിഷ്ണു, ആ സാക്ഷാൽ ശ്രീഹരി, സംസ്തുതോ അമരസംഘൈശ്ച, അമരസംഘങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനായി ദേവസംഘം വന്ന് ഈ ഹരിയെ സ്തുതിച്ചു. വ്യവർദ്ധത യഥാക്രമം, ദേവകിയുടെ ഗർഭം യഥാക്രമം, ക്രമമനുസരിച്ച് വളരാനായിട്ട് തുടങ്ങി. സഞ്ജാതേ ദശമേ തത്ര മാസേധ ശ്രാവണേ ശുഭേ പ്രാജാപത്യർക്ഷസംയുക്തേ കൃഷ്ണപക്ഷേ അഷ്ടമീ ദിനേ. ഭഗവാന്റെ അവതാരം എന്നാണ്ടായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സംജാതേ ദശമേ തത്ര മാസേധ ശ്രാവണേ ശുഭേ. 10 മാസം പൂർത്തിയായ ശ്രാവണമാസത്തിലെ ശുഭകരമായ ശ്രാവണമാസത്തിൽ പ്രാജാപത്യർക്ഷ സംയുക്ത, പ്രാജാപത്യ നക്ഷത്രം,
ബ്രഹ്മാവിൻ്റെ നക്ഷത്രം, പ്രജാപതിയെ സംബന്ധിച്ച നക്ഷത്രം. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ നക്ഷത്രം അതാണ് രോഹിണി. കൃഷ്ണപക്ഷത്തിൽ, കൃഷ്ണപക്ഷേ അഷ്ടമീ ദിനേ, കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി ദിവസം. അപ്പോൾ അഷ്ടമിയും രോഹിണിയും ചേർന്ന ശുഭ ദിനത്തിൽ കംസസ്തു ദാനവാൻ സർവാൻ ഉവാച ഭയവിഹ്വല. കംസൻ ഭയവിഹ്വലനായി, ഭയസംക്രാന്തനായി ദാനവന്മാരോട് മുഴുവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? രക്ഷണീയാ ഭവദ്ഭിശ്ച ദേവകീ ഗർഭമന്ദിരേ. ദേവകി സൂതികാഗൃഹത്തിലാണ്, ഗർഭമന്ദിരത്തിലാണ്. അപ്പോൾ അവളെ നിങ്ങൾ കാത്തുരക്ഷിക്കണം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം എന്നാണ്. അവൾക്കുണ്ടാവുന്ന കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വിവരം എന്നെ അപ്പോൾ അറിയിക്കണം. അഷ്ടമോ ദേവകീ ഗർഭ ശത്രുമേ പ്രഭവിഷ്യതി. ദേവകിയുടെ 8ാമത്തെ ഗർഭമാണ് എൻ്റെ ശത്രുവായിത്തീരുന്നത്. രക്ഷണീയ പ്രയത്നേന മൃത്യുരൂപ സബാലക. എത്ര കഠിനമായിട്ട് പ്രവർത്തിച്ചാലും വേണ്ടില്ല, അതിനെ സംരക്ഷിക്കണം. കാലരൂപനാണ് ആ ബാലകൻ. ദേവകീ ഗർഭത്തിലുണ്ടായ ബാലകൻ എൻ്റെ കാലനാണ്, കാലരൂപനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെയോ ഹത്വൈനം ബാലകം ദൈത്യാസുഖം സ്വപ്സ്യാമി മന്ദിരേ നിവൃത്തിവർജിതേ ദുഃഖേ നാശിതേ ചാഷ്ടമേ സുതേ. ദൈത്യന്മാരെ, ഈ ബാലകനെ കൊന്നിട്ട് എനിക്ക് കൊട്ടാരത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുള്ളൂ. ഈ 8ാമത്തെ കുട്ടിയെ നശിപ്പിച്ച് എൻ്റെ ഒഴിയാ ദുഃഖം, നിവൃത്തിവർജിതേ ദുഃഖേ നാശിതേ ചാഷ്ടമേ സുതേ, എൻ്റെ മാറാ ദുഃഖം തീരാനും അവനില്ലാതെയാവണം. ഖഡ്ഗപ്രാസധനാ സർവേ തിഷ്ഠന്തോ ധൃതകാർമുക നിദ്രാതന്ത്രാവിഹീനാശ്ച സർവത്ര നിഹിതേക്ഷണ. അതുകൊണ്ട് എല്ലാവരും വാളും കുന്തവും വില്ലുമൊക്കെ ധരിച്ച്, ഖഡ്ഗപ്രാസധരാ സർവേ തിഷ്ഠന്തു, എല്ലാവരും എല്ലായിടത്തും നിരീക്ഷിച്ചും കൊണ്ട് ഉറങ്ങാതെ നിന്നുകൊള്ളണം. ദേവകിക്ക് കുഞ്ഞുണ്ടായാൽ ആ നിമിഷം എന്നെ വന്ന് വിവരം അറിയിക്കണം എന്നാണ് കംസന്റെ നിർദ്ദേശം. ആ 13ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.